ഹായ്, കോട്ടയം സ്റ്റൈൽ മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇത് ഞാൻ വയ്ക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ മാത്രം വെച്ചിട്ടാണ്. ചൂടായ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നല്ല മൂത്ത് നല്ല അതിൻ്റെ മണം, നല്ല ഫ്ലേവർ, നല്ല മണം ഇങ്ങനെ വരാൻ തുടങ്ങണം. നമ്മുടെ കറിക്ക് നല്ല ഫ്ലേവർ അത് കൊടുക്കും. അതുകൊണ്ട് അതുവരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നല്ലപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജിഞ്ചർ ഗാർലിക് ആൻഡ് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കുന്നത്, ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കറിക്ക് എരിവ് കിട്ടണമെങ്കിൽ ഈ പച്ചമുളകിൻ്റെയും ജിഞ്ചറിൻ്റെയും എരിവാണ് കൂടുതൽ വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ജിഞ്ചറിൻ്റെയും ഈ പച്ചമുളക് പേസ്റ്റ് കുറച്ച് കൂടുതൽ ചേർക്കുന്നത്. ഇത് നല്ലപോലെ എണ്ണയിൽ മൂത്ത് വരണം, നല്ല പച്ചമണം മാറി മൂത്ത് വരണം. കോട്ടയം മീൻകറി എപ്പോഴും നമ്മൾ ഇന്നുണ്ടാക്കി നാളെ എടുക്കുമ്പോഴാണ് അതിൻ്റെ നല്ല ഫ്ലേവർ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ എന്തൊക്കെയാണോ ചേർക്കുന്നത് അതെല്ലാം നല്ലപോലെ എണ്ണയിൽ മൂത്ത് നല്ല അതിൻ്റെ പച്ചമണം എല്ലാം നല്ലപോലെ മാറി അതിൻ്റെ വെള്ളമെല്ലാം നല്ലപോലെ എണ്ണയിൽ കിടന്ന് വറ്റി നല്ല ക്രിസ്പി ആയിട്ട് വരണം. ക്രിസ്പി ആവണ്ട, നല്ല മൂത്ത് വരണം. അത്രയും വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ചെറിയതായിട്ട് നമുക്ക് ഇങ്ങനെ പതഞ്ഞ് വരുന്നത്. അതുകൊണ്ടാണ്. വെളിച്ചെണ്ണ മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചാൽ മതി. അതിനാണ് കറിക്ക് നല്ല ടേസ്റ്റ് കൂടുതൽ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കിലോ കേരയ്ക്ക് 5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിട്ട് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിലാക്കണം. ഈ അരപ്പ് ഫുള്ള് നമ്മൾ കുക്ക് ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിലാണ്. നമ്മൾ ലോ ഫ്ലെയിമിലല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇനി ഈ അരപ്പ് ഫുൾ നമ്മൾ കുക്ക് ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിലാണ്. ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം. കാരണം നമ്മൾ ഈ കോട്ടയം മീൻകറി എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് വെച്ചിട്ട് നമ്മളൊരു 2-3 ദിവസം വരെ നമുക്കത് 2-3 ദിവസം ഓരോ ദിവസം കഴിയും തോറും നമുക്കതിൻ്റെ ടേസ്റ്റ് കൂടി വരും. ഞാൻ ആ പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് അതും കൂടെ കഴുകി ഒഴിക്കുന്നുണ്ട്, അതിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന പേസ്റ്റും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതും നമ്മൾ ഈ എണ്ണയിൽ നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം. ഈ ലോ ഫ്ലെയിമിലിട്ട് ഇത് കുറച്ചധികം ടൈം കുക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഇപ്പം നമ്മൾ ഒഴിച്ച് ഈ വെള്ളമെല്ലാം വറ്റി ഇതിൻ്റെ മേലെ നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വരണം. അത് ഒരു വട്ടമല്ല, 2-3 വട്ടം നമ്മളങ്ങനെ കുക്ക് ചെയ്ത് എടുത്ത് കഴിയുമ്പോഴത്തേക്കുമാണ് നമുക്കതിൻ്റെ ടേസ്റ്റ് കിട്ടുക. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഈ കുക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ കുറച്ച് കുടംപുളി കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കണം. ഇത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ സിമ്മിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. നമ്മൾ ഇത് കുക്കാവുന്നില്ല എന്ന് വെച്ചിട്ട് ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കരുത്. കൂട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കരിഞ്ഞു, പിന്നെ നമുക്ക് മീൻകറിക്ക് ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. അതുകൊണ്ട് കുറച്ച് ക്ഷമ നമുക്ക് ഈ സമയത്ത് വേണം. ഇതുപോലെ നല്ലപോലെ നമുക്ക് ഇങ്ങനെ എണ്ണ പുറകിൽ ഇത് കുക്കാവും തോറും നമുക്കിങ്ങനെ ഇതിൻ്റെ കളർ കുറച്ച് ഡാർക്കായി വരും. പിന്നെ ഇതുപോലെ അതിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ എണ്ണ കാണാൻ പറ്റും. എപ്പോഴും ഇളക്കി കൊടുക്കണമെന്നില്ല, ജസ്റ്റ് ഇളക്കി കൊടുക്കുക, കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക, അപ്പം മേലെ എണ്ണ വരും. പിന്നെയും അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒന്ന് ഇളക്കി കൊടുക്കുക, പിന്നെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പം പിന്നെയും അത് ഇങ്ങനെ തനിയെ ഇരുന്നത് കുക്കായിക്കോളും. നമ്മളെപ്പോഴും ഇങ്ങനെ തുടരെ ഇളക്കണം എന്നില്ല. കുറച്ച് നമുക്ക് റെസ്റ്റ് എടുക്കാം, നമുക്കും കുറച്ച് റെസ്റ്റ് എടുക്കാം ആ ടൈമിൽ. ഇതിപ്പോൾ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇതെങ്ങനെയാണ് മനസ്സിലാവുന്നത്? എനിക്ക് ആദ്യമൊന്നും ഇത് മനസ്സിലാവില്ല, ഇതെങ്ങനെ മനസ്സിലാവുന്നത് ഇങ്ങനെ കുക്കായി എന്നൊക്കെ. അപ്പോൾ ഇത് മനസ്സിലാവുന്നത് ഇപ്പം നമ്മുടെ അരപ്പ് ആ ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. നമ്മുടെ സ്പൂണിനകത്തുനിന്നാണെങ്കിലും ശരി അത് വിട്ട് വരുന്നുണ്ട്. പിന്നെ പുറത്ത് നല്ലപോലെ എണ്ണ തെളിഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവം എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു പരുവം എത്തുന്നിടം വരെ വെക്കുന്നതാണ് നല്ലത്. അതാണ് കറിക്ക് നല്ല ടേസ്റ്റ് വരിക. പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. എന്നാലും കറിക്ക് നല്ല ടേസ്റ്റ് അന്നും വരണമെങ്കിൽ ഇത്ര സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇനി നമുക്ക് കറിയിലോട്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. തിളച്ച വെള്ളം വേണമെന്നില്ല, തണുത്ത വെള്ളം ആയിരിക്കരുത്.
കുറച്ച് വാം വാട്ടർ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒരിക്കലും തണുത്ത വെള്ളം പൈപ്പിൽ നിന്ന് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതായിട്ടുള്ള തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കുറച്ചൊന്ന് ചൂടാക്കിയിട്ട് ആ തണുപ്പൊന്ന് മാറ്റിയിട്ട് അത് വേണം ഒഴിച്ചു കൊടുക്കാൻ. ചൂടുവെള്ളമാണെങ്കിൽ അത്രയും നല്ലത്, എന്നാലും കുഴപ്പമില്ല. കുറച്ച് ചൂട് കുറവാണെങ്കിൽ കുഴപ്പമില്ല. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. പുളി നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പുളി ഒന്ന് കീറി ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പോൾ അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ പുളി ഭയങ്കര പുളിയുള്ള പുളിയാണ്, അതുകൊണ്ടാണ് ഞാൻ അധികം കീറി ഇടാത്തത്. കാരണം എനിക്ക് പുളി കുറച്ച് കൂടുതലാണെങ്കിൽ ഞാൻ ചിലപ്പം ഇതിൽ നിന്ന് 1-2 പുളി എടുത്ത് മാറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒത്തിരി തപ്പി നടക്കണം കീറി ഇടുവാണെങ്കിൽ. ഇതാണെങ്കിൽ എനിക്ക് ഡയറക്റ്റ് 1-2 പുളി എടുത്ത് മാറ്റിയാൽ മതി. ഈ പുളിക്ക് നല്ല പുളിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങളെടുക്കുന്ന പുളിക്കനുസരിച്ച് അത് കീറിയോ ഒന്നായിട്ടോ ഇടാം. ഇനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. കുക്ക് ചെയ്യണം എന്ന് വെച്ചാൽ അടച്ച് വെച്ച് നല്ല തിള വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്, നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. മീൻ കഴുകുമ്പോൾ നല്ല ഉളുമ്പ് മണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് മീൻ ആദ്യം നമ്മൾ കഴുകിയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും വിനീഗറും ചേർത്ത് വെക്കുകയാണെങ്കിൽ ചേർത്ത് വെച്ചൊരു 10-15 മിനിറ്റ്സ് വെക്കണം. വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ട് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ ഉളുമ്പ് മണമെല്ലാം നല്ലപോലെ മാറിക്കിട്ടും. ഇത് ഞാൻ അങ്ങനെ കഴുകി വെച്ചിരിക്കുന്ന മീനാണ്. കഴുകി പിന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ സ്പൂൺ വെച്ചൊക്കെ ആദ്യം ഇടാൻ നോക്കിയതാണ്, കാരണം എൻ്റെ വലത്തെ കയ്യിൽ കുറച്ച് നഖമുണ്ട്. അപ്പം ഞാൻ മീൻ എടുക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ കയറും. അപ്പം എനിക്കത് പിന്നെ എനിക്ക് ആ ഒരു തോട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമേ സ്പൂൺ വെച്ചെടുക്കാൻ നോക്കി, പക്ഷേ ശരിയായില്ല. പിന്നെ ഞാൻ കൈ വെച്ചെടുക്കുകയാണ്. ഇനി ഞാൻ ഇത് കഴിഞ്ഞിട്ട് ലൈമും ഒരു നാരങ്ങയും കുറച്ച് ഉപ്പും ഒക്കെ ഇച്ചിരി ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൈ നല്ലപോലെ അതിൽ വാഷ് ചെയ്തെടുത്താൽ മാത്രമേ ആ നഖത്തിനുള്ളിലത്തെ മണമൊക്കെ മാറുള്ളൂ. അതുമല്ല നഖവും വൃത്തിയാവുള്ളൂ. നമ്മൾ വലത്തെ കയ്യിൽ നഖം ഉള്ളപ്പോൾ എപ്പോഴും ഭയങ്കരമായിട്ട് വൃത്തിയാക്കി വെക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് കറിവേപ്പില തീർന്നു പോയി, അതുകൊണ്ട് കുറച്ച് കറിവേപ്പില ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ ഞാൻ കൂടുതൽ കറിവേപ്പില ഇടുന്നതാണ്, ബിക്കോസ് നല്ല ഫ്ലേവർ കിട്ടും കറിക്ക്. അപ്പം നിങ്ങളുടെ അടുത്ത് ഒരുപാട് കറിവേപ്പില ഉണ്ടെങ്കിൽ ഒരുപാട് കറിവേപ്പില ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇനി അത് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. തിളച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉപ്പിടാൻ പാടുള്ളൂ. തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഉപ്പിടേണ്ടത്, അങ്ങനെയാണ്. തിളച്ച് കഴിഞ്ഞിട്ട് ഇനി കറി നമ്മൾ സ്പൂൺ വെച്ച് ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ ഇളക്കാൻ പാടില്ല. നമ്മുടെ മീൻ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ചട്ടി പിടിച്ചിങ്ങനെ കറക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ സ്പൂൺ വെച്ചിങ്ങനെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കും. അത് നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ ചട്ടി എടുത്ത് കറക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ മീനെല്ലാം പൊടിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പായിട്ടുണ്ടോയെന്ന്. ഉപ്പ് നല്ലപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം ഈ കറിക്ക് നല്ല ഉപ്പും നല്ല പുളിയും ഉണ്ടാവും. നമുക്ക് ചോറ് തന്നെ വേറെ ഒന്നും വേണ്ട, ഈ ഒരു കറി മാത്രം മതി. ഇത് നല്ലപോലെ നാളെ ആകുമ്പോഴത്തേക്കും ഇതിൽ ഈ കേരളെല്ലാം നല്ലപോലെ ഈ ഉപ്പും പുളിയൊക്കെ പിടിച്ച് ഭയങ്കര ടേസ്റ്റായിരിക്കും കഴിക്കാൻ. നമുക്ക് ഒരു പീസ് കൊണ്ട് നമുക്ക് ഫുൾ ചോറ് തിന്ന് തീർക്കാൻ പറ്റും. അതുപോലെ ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഉപ്പിടുമ്പോൾ വിചാരിക്കും ഇത് ഒരുപാട് ഉപ്പാണെന്ന്. അല്ല, ഇത് കറക്റ്റാണ്. ഭയങ്കര ടേസ്റ്റാണ് ഈ കറി കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പറയുമ്പോൾ തന്നെ എൻ്റെ നാവിൽ വെള്ളം വരുന്നുണ്ട്, അത്രയും ടേസ്റ്റാണ്. ഇത് ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ, നമ്മൾ ഇന്ന് രാവിലെ ഉണ്ടാക്കി ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഫീൽ ചെയ്യണം എന്നില്ല. ചെറിയ ഉപ്പും പുളിയും കറിക്ക് ഫീൽ ചെയ്യും, പക്ഷേ നമ്മുടെ മീനിലധികം അത് പിടിക്കത്തില്ല. പക്ഷേ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ രാവിലെ എടുക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ നമ്മൾ വൈകിട്ട് വെച്ചിട്ട് രാവിലെ എടുക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ഫീൽ ചെയ്യും. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മിനിറ്റ്സ് വെച്ചാൽ മതി. എനിക്കിപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് കറിയുടെ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ ചിലപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കൂടി പോവുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ അത് തുറന്ന് വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്യുക. അപ്പോൾ അത് ആ വെള്ളം വറ്റി നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി ആയി കിട്ടും. പിന്നെ ഇത് നമ്മളുണ്ടാക്കുന്ന ഈ പാത്രം മണ്ണിൻ്റെ പാത്രമാണ്, അതുകൊണ്ട് ഇതിൽ കുറച്ച് അധികം നേരം ചൂട് നിൽക്കും. അപ്പോൾ ഇത് കറി നമ്മൾ ഓഫ് ചെയ്താലും കുറച്ച് സമയം കൂടെ ഇതിൻ്റെ ചൂട് കൊണ്ട് അത് വറ്റാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതും കൂടെ നമ്മൾ തിങ്ക് ചെയ്തിട്ട് വേണം
നമ്മൾ കൺസിസ്റ്റൻസി നോക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ എനിക്ക് കറക്റ്റാണ്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്.